എല്ലാവർക്കും SugarGlam സീക്രറ്റ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജി. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു പോസ്റ്റ്മോർട്ടം ജേർണിയാണ്. പോസ്റ്റ്മോർട്ടം ജേർണിയിൽ മെയിനായിട്ട് എനിക്ക് ഫോക്കസ് ചെയ്യേണ്ടത് എൻ്റെ വെയിറ്റ് ലോസ് ജേർണി. ഐ വാസ് 70. ഞാൻ രണ്ടാമത്തെ ആളെ ഞാൻ ഡെലിവറി ചെയ്ത് കഴിഞ്ഞപ്പം പിന്നെ അത് 63 ആയി. ഇപ്പം ഞാൻ 55-ലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു കാരണം എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് തടി എങ്ങനെയാണ് കുറയ്ക്കുകയെന്ന്. ടു ബി ഫ്രാങ്ക്, എൻ്റെ ശരീരപ്രകൃതി പറഞ്ഞാൽ അങ്ങനെ ഒത്തിരി തടിക്കുന്ന ശരീരമല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ എനിക്ക് വയറ് ചാടും. എനിക്ക് പെട്ടെന്ന് വയറ് ചാടുന്ന ഒരു ശരീരമാണ് എൻ്റെ വയറും എൻ്റെ ലവ് ഹാൻഡിൽസും. പക്ഷേ ഇപ്പം അതും ലേശം കുറഞ്ഞു വരുന്നുണ്ട്. കാരണം ഒന്നാമത് ഭക്ഷണത്തിലൊന്നും കൺട്രോളില്ല. കിട്ടിയതെല്ലാം വാരി വലിച്ചു തിന്നും. അപ്പോൾ ഓവറോൾ ആയിരിക്കും ചിലവർക്ക് തടി വരിക, ചിലവർക്ക് കൈയുടെ ഭാഗത്തായിരിക്കും, ചിലവർക്ക് അങ്ങനെ ഓരോരോ ഭാഗത്തിലേക്കായിരിക്കും തടി വരിക. ഞാനിങ്ങനെ നിങ്ങൾക്കൊരു എക്സസൈസിനെ പറ്റിയിട്ടൊന്നുമല്ല പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് മോട്ടിവേഷൻ വരാൻ വേണ്ടിയിട്ട്, ഒരു എക്സസൈസ് ചെയ്യാൻ മോട്ടിവേഷൻ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈസി 10 പൈസയുടെ ചിലവില്ലാത്ത ഒരു ചെറിയൊരു മോട്ടിവേഷൻ്റെ ഒരു ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്, ഒരു ട്രിക്ക്. ഒന്നാമത് എൻ്റെയൊക്കെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നത് ഒരു 50% ഓഫ് ആൾക്കാരും എന്നെ പോലെ ചിന്തിക്കുന്നവർ തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇപ്പം എല്ലാവരും ഇപ്പം ഫേസ്ബുക്കിനേക്കാളും ഇൻസ്റ്റാഗ്രാം തന്നെയാണല്ലേ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോ പിക്ചേഴ്സും കാര്യങ്ങളും സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോസും എന്താ വെച്ചാൽ അവരുടെ ശരീരം, അവരുടെ ഭംഗി, അവരുടെ എല്ലാം നോക്കി നമ്മളിങ്ങനെ ഒരുപക്ഷെ ആണുങ്ങളെക്കാളും പെണ്ണുങ്ങളെ നോക്കുന്നത് നമ്മൾ പെണ്ണുങ്ങൾ തന്നെയായിരിക്കും എന്ന് എനിക്ക് ചിലപ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അത്ര ഭംഗിയുള്ള ശരീരമൊക്കെ ആയിട്ടുള്ള ഓരോ പെണ്ണുങ്ങളെ കാണുമ്പോൾ, അല്ലെ ഓരോ ആക്ട്രസിനെ കാണുമ്പോൾ, അപ്പം ഞാനൊക്കെ എൻ്റെ മടി കാരണം ഞാൻ സ്വയം സമ്മതിക്കുന്നത് അവരൊക്കെ ലൈപ്പോസെക്ഷൻ അല്ലെങ്കിൽ ടമ്മി ടെക്കർ ചെയ്തിട്ട് തന്നെയായിരിക്കും. അല്ലാണ്ട് അവരൊന്നും വർക്കൗട്ട് ചെയ്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഈ രീതിയിലേക്ക് എത്തുന്നതൊന്നും ഉള്ളിൽ എവിടേക്കോ അറിയാമെങ്കിലും പക്ഷെ അതൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ അതെല്ലാം അവർക്കൊക്കെ എന്തും ആവാലോ, അങ്ങനെയുള്ളൊരു ധാരണയാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു 50 ഡേയ്സ് ഇന്നേക്ക് 50 ഡേയ്സ് മുന്നേ തുടങ്ങി രാവിലെ ആയപ്പോൾ എനിക്കൊരു ഉൾവിളി വന്നു. നമുക്ക് എന്തുകൊണ്ട് എനിക്ക് വെയിറ്റ് കുറയ്ക്കണം, അതാണ് എൻ്റെ മെയിൻ ഉൾവിളി. പക്ഷേ വെയിറ്റ് കുറയ്ക്കാൻ ഞാൻ തീരെ മോട്ടിവേറ്റഡ് അല്ല. എനിക്ക് എന്തേലുമൊക്കെ ചെയ്തു, പക്ഷേ വെയിറ്റ് കുറയ്ക്കണം. അതിന് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ എൻ്റെ വേവ് ലെങ്ത്തുള്ള എൻ്റെ അതേപോലെയുള്ള ചിന്തിക്കുന്ന, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ യാതൊരു പ്രശ്നവും വരാത്ത, അല്ലേ, ഇപ്പം 10 പേരുണ്ടെങ്കിൽ 10 പേർക്കും 10 സ്വഭാവങ്ങളായിരിക്കുമല്ലോ. പക്ഷെ നമ്മളെപ്പോഴും സെലക്ട് ചെയ്യേണ്ടത് നമ്മുടെ വേവ് ലെങ്ത്തുമായിട്ട് മാച്ച് ആയിട്ടുള്ള ഒരു 10 പേരെ നമ്മൾ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് നമ്മൾ അവരുടെ അടുത്തൊക്കെ ചോദിക്കുക, നിങ്ങൾക്ക് ഇങ്ങനെ വെയിറ്റ് ലോസ് ജേർണിക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണോ, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ജേർണിക്ക് ഇൻട്രസ്റ്റ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ ഓബ്വിയസ്ലി എല്ലാവരും ആണെന്ന് പറയും. നമ്മൾ എന്താ പറയുക, നമ്മൾ തന്നെ സെൽഫായിട്ട് നോക്കുക. നമ്മൾ ചൂസ് ചെയ്യുന്ന 10 പേരിൽ 1-2 പേര് നല്ല ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ ഉണ്ടാവാൻ ശ്രദ്ധിക്കുക. എന്നാലേ നമ്മുടെ ഗ്രൂപ്പിനൊരു ഒരു ഉഷാറുണ്ടാവുള്ളൂ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ നമ്മളെ പോലുള്ള മടിയന്മാരും മടിച്ചുകളായാലും കുഴപ്പമില്ല, ആ 2 പേര് ഉണ്ടായാൽ മതി. നമ്മുടെ ഗ്രൂപ്പിൽ അങ്ങനെ 2 പേരുണ്ടായിരുന്നു. ഓക്കെ, എന്നിട്ട് വാട്സാപ്പ് ഗ്രൂപ്പിൽ നമ്മൾ വെച്ച കുറച്ച് റൂൾസ് എന്തൊക്കെയാ വെച്ചാൽ, ഈ ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റ് മെസ്സേജസും ആരും അയക്കരുത്. പിന്നെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും അയക്കരുത്. പിന്നെ ഫോർവേഡ് മെസ്സേജസ് ഒന്നും അയക്കരുത്. അപ്പം തന്നെ മിക്ക വാട്സാപ്പ് ഗ്രൂപ്പും നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഈ രാവിലെ തുറന്നു നോക്കുമ്പോൾ തന്നെ മിക്ക ഗ്രൂപ്പിലും 20 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ 100 ഗുഡ് മോർണിംഗും 150 ഗുഡ് നൈറ്റും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് തന്നെ നമ്മൾ ആ ഗ്രൂപ്പിൻ്റെ ആ ഭാഗത്തേക്കേ പോയി നോക്കില്ല. ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പ് ആച്ചാൽ നമുക്കൊക്കെ ഇഷ്ടമായിരിക്കും, അല്ലേ. അപ്പം നമ്മൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് നമ്മളൊരു പ്ലാൻ ചെയ്തു. നമ്മൾ ഗ്രൂപ്പ് പ്ലാൻ ചെയ്തതിന് ശേഷം നമ്മളതിൽ നമ്മൾക്ക് 10 മെമ്പേഴ്സ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. നമ്മൾ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു 15 മെമ്പേഴ്സിൽ കൂടരുതെന്ന്. ഇനി വരുന്ന നെക്സ്റ്റ് ബാച്ചിൽ 14 മെമ്പേഴ്സ് ഉണ്ട് കേട്ടോ. 10 മെമ്പേഴ്സിനും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രൂപ്പ് ഉണ്ടാക്കി പറഞ്ഞിട്ട് നമ്മളൊരുമാതിരി ക്ലാസ് ലീഡറെ പോലെ ഇരിക്കരുത്. 10 മെമ്പേഴ്സിൻ്റെ കാര്യം പറയാച്ചാൽ ഈ 10 മെമ്പേഴ്സും നമ്മളെ ഓരോ ആഴ്ചയിലും ഗ്രൂപ്പ് ലീഡറാണ്. അപ്പോൾ ഒരാഴ്ചയിൽ എ ഗ്രൂപ്പ് ലീഡർ ആണെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ ബി, നെക്സ്റ്റ് വീക്കിൽ സി, നെക്സ്റ്റ് വീക്കിൽ ഡി, ഇങ്ങനെ ഓരോരുത്തർക്കും നമുക്ക് ആദ്യം നമ്മൾ അസൈൻ ഒന്നും ചെയ്യേണ്ട. ആരാണോ വില്ലിങ് ആയിട്ടുള്ളത് അവരവരുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ഇതിൽ പെൻസേ ഞാൻ ലീഡർ ആയിക്കോളാം ഈ വീക്കിലൊന്ന് പറയാച്ചാൽ ഏറ്റവും നല്ലത്. ഓക്കെ, അങ്ങനെ അപ്പം അത് കഴിഞ്ഞ് ഈ ലീഡറിൻ്റെ വർക്ക് എന്താണെന്ന് വെച്ചാൽ നല്ല നല്ല രസമുള്ള ടാസ്ക് കൊടുക്കുക. ആ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ് പാക്ക് ഇടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഹെയർ കെയർ ആയിരിക്കാം,
അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നുകൂടി ചലഞ്ചിങ് ആയിട്ടുള്ള നെക്സ്റ്റ് ലെവൽ എക്സസൈസ് ചെയ്യുന്നതിലായിരിക്കാം. പക്ഷെ എല്ലാവരും ഒത്തൊരുമയോടുകൂടി അവർ ആ ലീഡർ തരുന്ന ടാസ്ക് നല്ല രസം തോന്നിട്ട് അത് ചെയ്തതിന് ശേഷം നമ്മൾ ആ ടാസ്ക് ചെയ്തതിന് ശേഷം നമ്മൾ ബിഫോർ ആഫ്റ്റർ ഫോട്ടോസ് ഒക്കെ ഇടും. അതെല്ലാം ഭയങ്കര ഫണ്ണായിരുന്നു ആ ഗ്രൂപ്പിൽ കേട്ടോ. അപ്പം നിങ്ങൾക്കും ഇതുപോലെയുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട്. നിങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വേവ് ലെങ്ത്തുമായിട്ട് മാച്ച് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടാവല്ലോ, അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണേ. കാരണം നമ്മൾ പറയുന്ന സെൻസ് തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിലോ അതൊക്കെ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം അങ്ങനെ ചോദിക്കുന്നവരെ ദയവേത് നമ്മൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആദ്യമേ ആഡ് ചെയ്യരുത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ജസ്റ്റ് കീപ് ഇറ്റ് ഇൻ മൈൻഡ്, നമ്മുടെ വേവ് ലെങ്ത്തുമായിട്ട് മാച്ച് ചെയ്യുന്നവരെ മാത്രം നമ്മൾ ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ 50 ഡേയ്സ് നമ്മൾ വീക്ക്ലി വൺസ് എല്ലാവരും ഓഫ് എടുക്കാറുണ്ടായിരുന്നു. അന്ന് ഈ പറഞ്ഞ പോലെ ഫേസ് മാസ്കോ അല്ലെങ്കിൽ ഹെയർ മാസ്കോ അങ്ങനത്തെ ടാസ്കുകളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ദിവസവും നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോസ് ഇടും. ഇതിന്റെ തമാശ എന്താണെന്നറിയുന്നു, ഇപ്പൊ എന്നെ പോലെയുള്ള ഞാനൊക്കെ രാവിലെ എണീറ്റ് വരാൻ തന്നെ ലേറ്റ് ആവും. എത്ര മണിയാവും ഞാൻ പറയുന്നില്ല, വളരെ ലേറ്റ് ആയിട്ട് എണീറ്റ് വരും. പക്ഷെ എണീറ്റ് വന്ന് ഫോൺ നോക്കുമ്പം നമ്മൾ ഫസ്റ്റ് കാണുന്നത്, നമ്മൾ പറഞ്ഞല്ലോ 1-2 പേര് ഹൈലി മോട്ടിവേറ്റഡ് ആണെന്ന്. അവര് രാവിലെ തന്നെ എണീറ്റ് എക്സസൈസ് ചെയ്തിട്ട് അവർ ഫോട്ടോ എടുത്തിടും. ഫോട്ടോ ഇടുമ്പോൾ നമ്മുടെ ഈ കുശുമ്പ് കാരണം, എന്ത് കാരണം? കുശുമ്പ്. ഇവരൊക്കെ ഇങ്ങനെ എക്സസൈസ് ചെയ്യാൻ തുടങ്ങിയോ എന്നുള്ളൊരു കുശുമ്പ് കാരണം നമ്മൾ പോയി കഷ്ടപ്പെട്ട് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി നമ്മളിരുന്ന് എക്സസൈസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ പോകെ എൻ്റെ ഉള്ളിലൊക്കെ എത്ര കുശുമ്പുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ഏറ്റവും നല്ല സമയം അതായിരുന്നു, ആ 50 ഡേയ്സ്. ആ എക്സസൈസ് ചെയ്ത് ഐ വാസ് 16നും 63നും ഇടയിലായിരുന്നു. നമ്മൾ ആ 50 ഡേയ്സ് ആയപ്പം, കാരണം ഈ കൊറോണ വന്നതിന് ശേഷം നമുക്കിപ്പോൾ വീട്ടിലെ പണികളും ജാസ്തി, കുറേ കാരണങ്ങൾ കൊണ്ട് വീട്ടിലെ പണികൾ ഇരട്ടിയായിരിക്കണു. അപ്പം അതിനെ കൊണ്ട് തന്നെ ഒരു 500 grams ഒക്കെ നമ്മൾ അറിയാണ്ട് തന്നെ കുറഞ്ഞു പോകുന്നുണ്ട്. അപ്പം നമ്മളെല്ലാവരും പ്രീ വെയിറ്റും പോസ്റ്റ് വെയിറ്റും നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കി എല്ലാവർക്കും 2 kg മിനിമം 2 kg ഡിഫറൻസ് എങ്കിലും വന്നിട്ടുണ്ട്. 50 ഡേയ്സിൽ 2 kg എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ ഹെൽത്തി ലോസ് അല്ലേ, ഹെൽത്തി വെയിറ്റ് ലോസ് ആണ്. അപ്പം നിങ്ങളെല്ലാവരും ഞാൻ പറയുന്നു, ഇതാണ് ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ തലയിൽ ചിലപ്പോൾ നല്ല ബുദ്ധി തോന്നുക എന്നൊക്കെ പറയില്ലേ, സത്യം പറഞ്ഞാൽ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഇതിന്റെ സെക്കൻഡ് ബാച്ച്, ഞങ്ങളിപ്പോൾ സെക്കൻഡ് ബാച്ച് ഈ 23rd നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ആരും നമ്മളെ കുത്തിയിട്ട് വിജയ് വർക്ക്ഔട്ട് ചെയ്തില്ലേ അല്ലെങ്കിൽ ഇന്ന വർക്ക്ഔട്ട് ചെയ്തില്ലെന്ന് ആരും ചോദിക്കില്ല. നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഇൻസ്പയർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ സ്റ്റൈലാക്കിയിട്ട് നമുക്ക് പറയാം. പക്ഷെ സത്യം പറഞ്ഞാൽ അവിടെ നടക്കുന്നത് നമുക്ക് അസൂയ കാരണം നമ്മൾ പോയി വർക്ക്ഔട്ട് ചെയ്യും. ആ അസൂയ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും നമുക്ക് ഏറ്റവും പരിചയമുള്ള 10 പേര്, നമുക്ക് ഏറ്റവും അറിയാവുന്ന, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള 10 പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ 10 പെണ്ണുങ്ങളൊക്കെ ഒരുമിച്ച് ഒരു ഗ്രൂപ്പിലായി എല്ലാവരും ഭയങ്കര ജോയിൻ്റ് ആയിട്ടൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള മനസ്സും ഒരേ രീതിയിലുള്ള എയിമും ആണെന്നുണ്ടെങ്കിൽ അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇനി ആരെങ്കിലും എൻ്റെ അടുത്ത് എൻ്റെ വെയിറ്റ് ലോസ് സീക്രട്ട് ചോദിക്കുക വെച്ചാൽ ഇതാണ് എൻ്റെ വെയിറ്റ് ലോസ് സീക്രട്ട്. ഞാൻ ഇപ്പം എന്നെ കാണുന്നവർ എല്ലാവരും എൻ്റെ അടുത്ത് പറയും, എല്ലാം ഇപ്പം നല്ല ഒതുങ്ങിന്ന് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാലുണ്ടല്ലോ, എനിക്കല്ല ഞാൻ താങ്ക്സ് പറയുന്നത് എൻ്റെ ഗ്രൂപ്പിലുള്ള ആ മറ്റ് മെമ്പേഴ്സിന് വേണ്ടിയിട്ടാണ്. എനിക്ക് ആ മെമ്പേഴ്സിൻ്റെ പേരൊക്കെ ഇതിൽ പറയണമെന്നുണ്ട്. പക്ഷേ എന്താ പറയുക, നമ്മുടെ യൂട്യൂബ് നമ്മൾ ഇത്തിരി വലുതാവും. പക്ഷെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ അവരെ ഓരോരുത്തരുടെ പേര് ഞാൻ മെൻഷൻ ചെയ്യും. കാരണം ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ദം. ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇതിന്റെ പിന്നിൽ നടക്കുന്നത് എന്താ അറിയോ, നമുക്ക് കുശുമ്പ്, നമ്മൾ മറ്റൊരാൾ ചെയ്യുന്നത് കാണുമ്പോഴുള്ള കുശുമ്പ് കാരണം നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, അതൊന്നും കൂടി എനിക്ക് തോന്നുന്നത് ഫാസ്റ്റ് ആയിട്ട് വർക്ക് ആവുന്ന. വെയിറ്റ് ലോസ് ആണെങ്കിൽ പറ്റുന്ന വലിയൊരു മിസ്റ്റേക്ക് എന്താ അറിയോ, നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തോ റിലേറ്റീവ്സിന്റെ അടുത്തോ നമ്മൾ പറയുന്നത് ഞാൻ നാളെ തൊട്ട് ഡയറ്റിങ്ങിലാണേ, അത് പറയുമ്പോൾ തന്നെ നമുക്ക് മെന്റലി നമുക്കൊരു ടെൻഷനാണ്. ഭഗവാനെ, നാളെ തൊട്ട് ഞാൻ ഡയറ്റിങ്ങിലാണല്ലോ. കഴിയുന്നത് അങ്ങനെ പറയാണ്ട് നിൽക്കുക. അവർ നമ്മളെടുത്ത് പറയട്ടെ, നീ തടി കുറഞ്ഞല്ലോ, അല്ലെങ്കിൽ നീ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് കുറഞ്ഞല്ലോ, എന്ത് പറ്റി എന്നുള്ള രീതിയിൽ അവർക്ക് ആ വ്യത്യാസം അവർക്ക് ഫീൽ ചെയ്യട്ടെ. നമ്മളായിട്ട് പറയണ്ട, ഞാൻ നാളെ തൊട്ട് ഡയറ്റിങ്ങിലാണേ, നാളെ തൊട്ട് എക്സസൈസ് ചെയ്യാൻ പോവാണേ എന്നൊക്കെ പറയുമ്പം അത് മിക്കവാറും നടന്നോളന്നില്ല, ഫ്ലോപ്പായിരിക്കും. കഴിയുന്നത് അങ്ങനെ പറയണ്ട. അവർ നമ്മുടെ വ്യത്യാസം അവരായിട്ട് തിരിച്ചറിയട്ടെ. എൻ്റെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു, എൻ്റെ കൈയും കാലൊക്കെ ഭയങ്കര മെലിഞ്ഞ് നേരിട്ടാണ്. ബട്ട് ദ ഓൺലി പ്രോബ്ലം ഇസ് മൈ മിഡ് റീജിയൻ. അപ്പം ഐ വാസ് വെയറിങ് എ ടമ്മി ടക്കർ. കാരണം എന്താ വെച്ചാൽ എനിക്ക് തോന്നി എനിക്ക് വയറ് മാത്രമല്ലേ ഉള്ളൂ, അതിനുകൊണ്ട് അത് മതിയെന്ന്. പക്ഷെ പോകെ ഈ ടമ്മി ടക്കർ ഉള്ളത് കാരണം ഞാൻ ഒരു രീതിയിലുള്ള എക്സസൈസിലേക്കും ഞാൻ തീരെ മോട്ടിവേറ്റഡ് അല്ലായിരുന്നു. ഒന്നാമെന്ന് വെച്ചാൽ ഞാൻ ടമ്മി ടക്കർ വലിച്ചു കയറ്റും ഈ പറഞ്ഞ പോലെ തന്നെ. എന്നിട്ട് എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ഞാൻ അതിൻ്റെ മേലെ ഇടും.
അങ്ങനെയായിരുന്നു എൻ്റെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ജേർണി. സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ടമ്മി ടക്കറിനെ കൊണ്ട് എനിക്ക് മടുത്തു. കാരണം ഇനി ടമ്മി ടക്കർ ഇടാൻ എനിക്ക് വയ്യ. കാരണം നമുക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫെറ്റീഗൊക്കെ ആവും, നമുക്ക് ക്ഷീണമായി പോകും. അപ്പോൾ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ സംഭവം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പം എനിക്ക് മനസ്സിലായി എന്തിനാണ് നമ്മൾ ഈ ടമ്മി ടക്കറൊക്കെ ഇടുന്നത്. ജസ്റ്റ് ഒരു 50 ഡേയ്സിനെ കൊണ്ട് തന്നെ എനിക്ക്, കാരണം വയറാണ് ഏറ്റവും ബുദ്ധിമുട്ട് പോകാമെന്നൊക്കെ പറയുന്ന ഭാഗം, ഒരു 50 ഡേയ്സിനെ കൊണ്ട് എനിക്ക് ഇത്രയും വ്യത്യാസം ഉണ്ടായെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തർക്കും ആ വ്യത്യാസം കാണാൻ സാധിക്കും. ഒന്നും ചെയ്യാൻ നിൽക്കുന്നതിൽ നല്ലതല്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ആലോചിച്ച് നോക്കൂ. പിന്നെ ചിലവർ പറയുന്ന കംപ്ലൈൻ്റ് ആണ്, ഞാൻ എത്രയോ കാലം വർക്കൗട്ട് ചെയ്തു, ഞാൻ എത്രയോ കാലം ജിമ്മിൽ പോയി. ഞാൻ ജിമ്മിലൊന്നും പോകാൻ ഞാൻ എപ്പോഴും പറയുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ വർക്കൗട്ട് ചെയ്യാം. എനിക്ക് പോയിന്റിലോട്ട് വരാം. ചിലവരൊക്കെ പറയുന്നത് കേൾക്കാം ഇങ്ങനെ, പക്ഷെ എനിക്കൊരു വ്യത്യാസമില്ല, എൻ്റെ കൈൻ്റെ വണ്ണമൊക്കെ അങ്ങനെ തന്നെയുണ്ട്, എൻ്റെ വയറിപ്പോഴും അങ്ങനെ തന്നെയുണ്ട് എന്നൊക്കെ പറയുന്നവർ മനസ്സിലാക്കുക, നമ്മുടെ വിസറൽ ഓർഗൻസ് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഇന്റേണൽ ഓർഗൻസിന് ചുറ്റും, നമ്മൾ ഈ പുറത്ത് കാണുന്ന കൊടവയറും കാര്യങ്ങളും മാത്രമല്ല, നമ്മുടെ ഈ വിസറൽ ഓർഗൻസിന്റെ ചുറ്റും ഫാറ്റും കാര്യങ്ങളൊക്കെ അടിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഫാറ്റും കാര്യങ്ങളൊക്കെ അടിഞ്ഞതിനെ കൊണ്ട് തന്നെ നമ്മൾ ഈ എക്സസൈസ് ചെയ്യുമ്പം ആദ്യം നമ്മുടെ ശരീരത്തിലെ വിസറൽ ഓർഗനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറേ ഇതുപോലുള്ള ഈ സാധനങ്ങളാണ്, ഈ ഫാറ്റാണ് ആദ്യം ഡിസോൾവ് ആയി പോവുക. അതിനുശേഷം മാത്രമേ നമ്മുടെ പുറമേക്ക് കാണുന്ന നമ്മുടെ സ്കിന്നിലേക്കൊക്കെ അത് പ്രവർത്തിക്കാൻ തുടങ്ങുകയുള്ളൂ. അതെപ്പോഴും അതെപ്പോഴും തലയിൽ ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും എക്സസൈസ് ചെയ്ത് നമുക്ക് മടുക്കില്ല. അപ്പോൾ നമ്മൾ ഇന്റേർണലി വി ആർ ഗെറ്റിംഗ് സ്ട്രോങ്. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഞാൻ എക്സസൈസ് ചെയ്തിട്ടൊന്നും എൻ്റെ വയറൊന്നും പോകുന്നില്ല എന്ന് പറയുന്നവർ നിങ്ങളുടെ ഉള്ളിൽ അത്രയും കൊഴുപ്പുണ്ട്, അതെല്ലാം കളഞ്ഞിട്ട് വേണം നമ്മുടെ പുറമേക്ക് വരാന്നുള്ള കാര്യം. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പൊ എപ്പോഴും അങ്ങനെ ആലോചിക്കുക. നമ്മളെപ്പോഴും വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾ വെക്കുക. അത് ഏറ്റവും നല്ലൊരു ഷോർട്ട് ടേം ഗോൾസ് വെക്കാൻ ഏറ്റവും നല്ലത് ലോങ് ടേം ഗോളിനേക്കാളും. നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരാഴ്ചത്തേക്കുള്ള ഒരു ഗോൾ വെക്കുക. ഈ ആഴ്ച ഞാൻ 4 ദിവസം വർക്കൗട്ട് ചെയ്യും, അല്ലെങ്കിൽ 5 ദിവസം വർക്കൗട്ട് ചെയ്യും. അല്ലെങ്കിൽ ഒന്നും കൂടിയും ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഗോള്, ഈ ആഴ്ച ഇത്ര ദിവസം ഞാൻ കാർഡിയോ ചെയ്യും, അല്ലെങ്കിൽ ഇത്ര ദിവസം ഞാൻ ഇന്നത് ചെയ്യും, അല്ലെങ്കിൽ യോഗ ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്കത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് വെക്കുക. ഒരു ദിവസം 30 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റില്ലേ? നിങ്ങൾ 1 hour തലകുത്തി മറയണ്ട. ആദ്യം നമുക്ക് ജസ്റ്റ് ബേസിക് ബിഗിനിങ് തുടങ്ങാം. ഞാൻ 15 മിനിറ്റ്സ് തൊട്ടിട്ട് ഞാൻ ചില ദിവസം കാരണം എനിക്ക് 2 കുട്ടികളുണ്ട്. അപ്പം ഞാൻ ചില ദിവസമൊക്കെ 15 മിനിറ്റ് ഞാൻ വർക്കൗട്ട് ചെയ്യാറുള്ളൂ. ചില ദിവസം അതിന് വേണ്ടി എനിക്ക് 30 മിനിറ്റ്സ് വരെ വർക്കൗട്ട് ചെയ്യാൻ പറ്റാറുണ്ട്. ചില ദിവസം എനിക്ക് 45 മിനിറ്റ്സ് വരെ വർക്കൗട്ട് ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പോൾ നിങ്ങൾ ടൈം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഇതുപോലുള്ള നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും വേണ്ടാന്ന് വെക്കരുത്. അത്രയും ഞാൻ ഹാപ്പി ആയിട്ട് ഇത് പറയാൻ കാരണം എന്താ അറിയുമോ, ഞാനിപ്പോൾ ഇട്ട ഈ ടോപ്പ് ഉണ്ടല്ലോ, എനിക്ക് 2011 ഞാൻ മേടിച്ച ടോപ്പാണ്. ഇത് എനിക്ക് അത്രയും ഓർമ്മയുണ്ടാവാൻ കാരണം എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഫസ്റ്റ് മേടിച്ചു തന്ന ഒരു ഗിഫ്റ്റാണ്. അപ്പോൾ അന്ന് എനിക്കിത് കറക്റ്റ് ഫിറ്റ് ആയിരുന്നു. ഫസ്റ്റ് ഡെലിവറിക്ക് ശേഷം ഞാൻ തലമാരയിൽ കെട്ടിപ്പൂട്ടി വെച്ചു. ഞാൻ ആർക്കും ഞാനിത് കൊടുത്തില്ല, കാരണം എനിക്കിത് ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടിയതിനെ കൊണ്ട്. പക്ഷെ ഇപ്പം ഞാൻ ഈ ടോപ്പ് ഇട്ട് നോക്കുമ്പോൾ എനിക്ക് ഈ ടോപ്പ് നല്ല പാകമാണ്. ഇതിൽ കൂടുതൽ എനിക്ക് ഹാപ്പിനെസ് എനിക്ക് വേറെ ഇല്ല. അപ്പോൾ ഇന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളായിട്ട് ഇത് ഷെയർ ചെയ്യാൻ പറ്റിയൊരു ദിവസം കൂടി എനിക്ക് തോന്നി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു ഗ്യാങ് ഉണ്ടാക്കുക. നിങ്ങളുടെ ഒരു വാട്സാപ്പ് ഫ്രീ ആണ്, നിങ്ങളുടെ ഫ്രണ്ട്സ് ഫ്രീ ആണ്. ഈ കൊറോണയുടെ ഈ സമയത്താണ് നമുക്ക് ഏറ്റവും നല്ല സമയം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ. കാരണം ഫ്രീ ആയിട്ടല്ല, ആരും ഫ്രീ ഒന്നുമല്ല എന്നറിയാം. ചിലവർക്കൊക്കെ വർക്ക് ഫ്രം ഹോം എന്നുള്ള ഇതുണ്ട്, കുട്ടികളുടെ കാര്യമെല്ലാം ഉണ്ട്. പക്ഷെ ജസ്റ്റ് ഒരു 50 to 30 മിനിറ്റ്സ് നമ്മൾ മൊബൈൽ കുത്തി കളിച്ചിട്ട് നമ്മൾ എത്ര സമയം കളയുന്നു. അപ്പം അതിലുള്ളൊരു 15-30 മിനിറ്റ്സ് അല്ലേ വേണ്ടു. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത്, എനിക്കൊന്നും കിട്ടാനില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിന് ചേർന്നിട്ടുള്ള ഏത് എക്സസൈസും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ ആ ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്ന ഓരോ, എനിക്കറിയാം എൻ്റെ കുറേ തെറ്റിദ്ധാരണകളൊക്കെ ആ ഗ്രൂപ്പിൽ വിവരമുള്ള കുറേ എൻ്റെ ഫ്രണ്ട്സ് തിരിച്ചു തന്നത് ഇങ്ങനെയല്ല വിജി, അത് ഇങ്ങനെയാണ്. അപ്പം എന്തായാലും നമുക്ക് 10 പേരുണ്ടെങ്കിൽ 10 പേർക്ക് 100 ഐഡിയാസ് ആയിരിക്കും. ആ 100 ഐഡിയാസ് നമ്മൾ 10 പേരിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഉണ്ടല്ലോ, അത് ശരിക്കും അതൊരു മാജിക്കാണ്. നമ്മുടെ എല്ലാ കാര്യത്തിലും മാജിക്കാണ്. ഞാൻ വേറൊരു കാര്യം കൂടി പറയട്ടെ, ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം തന്നെ എൻ്റെ ആ ഫ്രണ്ട്സാണ്, എൻ്റെ ആ 10 പേരാണ്. ഞാൻ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അത്രയും പ്രഷ്യസ് ആയിട്ട് കൊണ്ട് നടക്കുന്ന എൻ്റെ ആ 10 ഫ്രണ്ട്സാണ്. നിങ്ങൾക്ക് സെൽഫ് മോട്ടിവേറ്റഡ് ആവാൻ ഏറ്റവും നല്ലത് നമ്മുടെ ചുറ്റുമുള്ള ആ 10 പേരാണ്. ആ 10 പേരെ നിങ്ങൾ വളരെ സെലക്റ്റീവായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക. പിന്നെ നമ്മൾ ഈ ഷോർട്ട് ടേം ഗോൾസ് ഒക്കെ വെക്കാൻ വേണ്ടി പറഞ്ഞു. ഷോർട്ട് ടേം ഗോൾസ് ഒക്കെ നമ്മൾ 2-3 ആഴ്ച 21 ഡേയ്സ് നിങ്ങൾക്ക് സമയം കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ചേഞ്ചസ് ചെറിയ ചേഞ്ചസ് ആയിട്ടെങ്കിലും വരണം തുടങ്ങുള്ളൂ. പിന്നെ കുറേ തിന്നിട്ട് നമുക്ക് ബോഡി ചേഞ്ചസ് വരണമെന്ന് പറഞ്ഞാൽ നടക്കില്ല.
നിങ്ങൾ പറ്റ ഡയറ്റും ചെയ്യണം, ഞാൻ പറയുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് പോർഷൻ കൺട്രോൾ ചെയ്യുക. നിങ്ങളിപ്പം എന്താ പറയുക, ഒരു നമ്മൾ കരണ്ടി എന്ന് പറയില്ല, നമ്മൾ ആ ഒരു കരണ്ടി സ്പൂൺ എടുത്തിട്ടുണ്ടെങ്കിൽ ലേശം നമ്മൾ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ ഇടുക. അത് എത്ര അവനവന് എത്രയാണോ പറ്റുക തിരിച്ചിടുക, രണ്ടാമത് നമ്മൾ എടുക്കണ്ട. അതേപോലെ തന്നെ രാവിലെ ഒരു 5 ഇഡ്ഡലി 6 ഇഡ്ഡലി കഴിക്കുന്നവർ അതൊരു 4 ഇഡ്ഡലി ആക്കുക. ഓൾറെഡി 4 ഇഡ്ഡലി കഴിക്കുന്നവർ അതൊരു 3 ഇഡ്ഡലി ആക്കുക. അങ്ങനെ ലേശം കുറച്ച് വരാം. പിന്നെ കഴിയുന്നവർ മാത്രം, കാരണം ഇത് എപ്പോഴും എനിക്ക് പ്രാക്ടിക്കൽ ആവണമെന്നില്ല, കാരണം എനിക്ക് ഈ വിശപ്പിൻ്റെ അസുഖമുണ്ട്. ഒരു 7 to 7 നിങ്ങളൊന്ന് ഒന്നും കഴിക്കാണ്ട് നിൽക്കുക. ലൈക്ക് 7 to 7 മീൻസ് രാത്രി ഒരു 7 PM എന്നൊക്കെ ഒരു ഡിന്നർ കഴിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ മോർണിംഗ് 7 AM വരെ നിങ്ങളൊന്നും കഴിക്കണ്ട. അത് 7 നിങ്ങൾക്ക് 8 to 8 ആക്കാം, 6 to 6 ആക്കാം. അത് നിങ്ങൾ എപ്പോഴാണോ എണീക്കുന്നത് അതിനനുസരിച്ച്. അപ്പോൾ 12 hours നമുക്ക് ഫാസ്റ്റിംഗ് തന്നെ കിട്ടി. ഈ 12 hours ജസ്റ്റ് മേക്ക് ഷുവർ നിങ്ങൾ നട്ട്സോ അതേപോലെ തന്നെ സാലഡോ അതേപോലെ നിങ്ങൾക്ക് വെള്ളം കുടിക്കാം, അത് മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ. ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ബോഡിയിൽ ചേഞ്ചസ് വരും. നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, അല്ലാണ്ട് നമുക്ക് മാത്രമല്ലേ ഇതിൻ്റെ ബെനിഫിറ്റ് ഉള്ളൂ, വേറെ ആർക്കും ഇല്ലല്ലോ. അപ്പം ഇതുപോലെയുള്ള ചെറിയ കാര്യം എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ ഹെൽപ്പും ഞാൻ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചോദിച്ചാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനി മിക്കവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളൊക്കെ എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റിപ്പോയാലോ, അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, എന്ത് എക്സസൈസാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഞാൻ ഇതുവരെ ജിമ്മിൽ പോയിട്ടില്ല, അങ്ങനെയൊക്കെ പറയുന്നവർക്കാണ് നമ്മളിപ്പോൾ യൂട്യൂബ് തുറന്നിട്ടുണ്ടെങ്കിൽ എത്ര ബെനിഫിഷ്യൽ ആയിട്ടുള്ള എത്ര എക്സസൈസുകളുണ്ട്. അതേപോലെ തന്നെ എത്രങ്ങാനും ആപ്സ് ഉണ്ട് നമ്മുടെ ആപ്പ് സ്റ്റോറിലൊക്കെ. അപ്പോൾ അവിടെ പോയിട്ടൊന്ന് ഇൻസ്റ്റാൾ ചെയ്യൂ, അവിടെ പോയിട്ടൊക്കെ ഒന്ന് ഹോംവർക്ക് ചെയ്യൂ, കണ്ടുപിടിക്കൂ. നിങ്ങൾക്ക് പറ്റുന്ന ചെറിയ ബേസിക് ഫോർ ബിഗിനേഴ്സ് അടിച്ചു കൊടുക്കാൻ ദയവേത് മറക്കരുതേ. ആദ്യം തന്നെ പോയിട്ട് അങ്ങ് അട്ടത്തിലുള്ള എക്സസൈസ് ഒന്നും പോയി ചെയ്യണ്ട. ആദ്യം നമുക്ക് സ്റ്റാർട്ടിങ് ചെറിയ രീതിയിലുള്ള എക്സസൈസ് സ്റ്റാർട്ട് ചെയ്താൽ മതി. ചെറിയ രീതിയിലുള്ള പ്ലാങ്ക്സും കാര്യങ്ങളൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. പ്ലാങ്ക് എന്നല്ല, ഏത് ചെറിയൊരു എക്സസൈസ് നിങ്ങൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പം നമ്മളൊന്നും ചെയ്യാണ്ട്, വീണ്ടും പറഞ്ഞ് ഒന്നും ചെയ്യാണ്ട് നിൽക്കുന്നതിന് നല്ലതാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. അത് നമുക്ക് വേണ്ടിയിട്ട് തന്നെയല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്കിന്ന് പറയാൻ. ഉറപ്പാണ് നിങ്ങൾക്ക് 1-2 പേരെങ്കിലും ഇൻസ്പയർ ആയാൽ, ആക്ച്വലി ഞാൻ ഇന്ന് ചെയ്ത വീഡിയോ സക്സസ് ആയി തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.